ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാവരും കിയയുടെ പുതിയ ജനറേഷൻ സെൽറ്റോസ് വരുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2019 ഇവരുടെ ജെൻ 1 സെൽറ്റോസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. അത് ആ സമയത്ത് ഒരു വലിയ ഹിറ്റായിരുന്നു. കാരണം BS6 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്ന സമയത്ത്, പിന്നെ ടർബോ പെട്രോൾ ഉണ്ടായിരുന്നു, അതുപോലെ വണ്ടി ഭയങ്കര മോഡേൺ ആയിരുന്നു, ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അത് ഇറങ്ങിയിട്ട് 6 വർഷത്തിനടുത്ത് ആവാനായി ആക്ച്വലി. അതുകൊണ്ട് തന്നെ 2026 സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പുതിയ സെക്കൻഡ് ജനറേഷൻ മോഡലാണ് വരാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ഇന്ത്യൻ ടെസ്റ്റിങ്ങും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ വണ്ടി ഇതിന് മുന്നേ ഇൻ്റർനാഷണലി ഇഷ്ടംപോലെ സ്ഥലങ്ങളിലെ ടെസ്റ്റിംഗ് ഒക്കെ കണ്ടതാണ്. പക്ഷേ ആ ടെസ്റ്റിങ്ങിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഇതിൻ്റെ ലൈറ്റും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം അവർ മൊത്തം ക്യാമഫ്ലേജ് ചെയ്താണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ ഈ ചെറിയ LED മാത്രം കത്തുന്ന രീതിയിൽ അവിടെ അത്രയും ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ ആയിരുന്നു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പക്ഷേ ഈ വാഹനത്തിൻ്റെ എയർ ഡാം ആയിക്കോട്ടെ, എയറിൻ്റെയൊക്കെ, പിന്നെ നമ്മുടെ LED DRLs, മെയിൻ ഹെഡ് ലാമ്പ്, ഇതെല്ലാം തന്നെ കാണുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ LED DRLസിൻ്റെ ഒരു പോർഷൻ അതവിടെ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു കണക്ഷൻ വല്ലതും നമ്മുടെ മെയിൻ ഹെഡ് ലാമ്പിലേക്ക് ഉണ്ടോ എന്നറിയില്ല. കാരണം അതവരെ കണക്ഷൻ അങ്ങനെ ക്യാമഫ്ലേജ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഉണ്ടെങ്കിൽ. പക്ഷെ അതുണ്ട് എന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലിരിക്കുന്ന മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അതും ഇനി അങ്ങോട്ടേക്ക് കുറച്ച് അകത്തൊക്കെ ഉണ്ടോ എന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഗ്രില്ലിലെ അടുത്തേക്ക് വരുന്ന പോലെ. കാരണം അവിടെയും കുറച്ച് ക്യാമഫ്ലേജ് അഡീഷണൽ ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഗ്രില്ലിൻ്റെ പോർഷൻ തന്നെ ആയിരിക്കാം. മൊത്തത്തിലുള്ള ഒരു LED സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഫോഗ് ലാമ്പ് ഒന്നും അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് ക്യാമഫ്ലാഷ്ഡ് ആണ്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള സെൽറ്റോസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഡിസൈനാണ് ഈ പുതിയ മോഡൽ വരുന്നത്. അതുകൊണ്ട് ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പം അക്കാര്യത്തിൽ ഇവർ പൂർണ്ണമായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മാരുതിയുടെയൊക്കെ വണ്ടികൾ പുതിയ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു വരുമ്പം ചെറിയ കുറച്ച് ഇവല്യൂഷണറി മാറ്റങ്ങളായിട്ട് വരുന്ന പോലെയല്ല. പിന്നെ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പം ഈ പുതിയ ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിവരുടെ പുതിയൊരു ഡിസൈൻ ഫോർമുലയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് കെയുടെ ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിലാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിൽ ഈ വാഹനം കാണുന്നത്. അതായത് കുറച്ചും കൂടെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിപ്പോൾ വരുന്ന സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഉള്ള സെൽറ്റോസ് അത്യാവശ്യം ബോക്സിയാണ്, പക്ഷെ എന്നാൽ കുറച്ചും കൂടെ നല്ല പ്രൊപ്പോർഷൻസ് ഒക്കെയുള്ള, നമുക്ക് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ എന്നാൽ അബവ് 4 മീറ്റർ ആണ്, അങ്ങനെ നല്ലൊരു സൈസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല വലുപ്പം കൂടിയതുപോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വിട്ട് സൈഡിലേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വീതി കൂടിയതുപോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ ക്ലാഡിങ്ങും വീലാർച്ചും എല്ലാം അതിലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. എന്തായാലും 4.4 മീറ്റേഴ്സിനടുത്തൊക്കെ ആയിട്ടായിരിക്കും ലെങ്ത് ഉണ്ടാവുക. അതിന് മുകളിൽ പോകാൻ ചാൻസ് ഇല്ല ഈ സെഗ്മെൻറ്റിലെ വണ്ടി ആയതുകൊണ്ട്. ORVMസിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കുറച്ച് മുകളിലായിട്ടാണ്. അതുപോലെ അലോയ് വീൽസ് നമുക്ക് കാണാം. അതിൻ്റെ ഡിസൈൻ ഏകദേശം ഇപ്പോൾ കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ് എന്ന് പറയാം. 18 ഇഞ്ച് അലോയ്സ് തന്നെയായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ കുറേ പേര് ഇത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ ലോങ് എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇത് സെൽറ്റോസ് അല്ല, ഇത് സെൽറ്റോസ് അല്ലടോ, ഇത് സെൽറ്റോസ് ആയിരിക്കില്ല എന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് സെൽറ്റോസ് അല്ല, ടെല്ലുറൈഡ് ആണ്, സൊറൻറ്റോ ആണ്, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, ചിലർ പാലിസൈഡ് ആണെന്ന് പറഞ്ഞു, സാന്റഫെ ആണെന്ന് പറഞ്ഞു. ഇത് ഈ പറഞ്ഞ വണ്ടികളൊന്നും അല്ല. ബൈ ദ വേ, ഈ പറഞ്ഞ വണ്ടികളെല്ലാം അവർക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ CBO അല്ലെങ്കിൽ CKയുടെ റൂട്ട് വഴി കൊണ്ടുവരാൻ ഇവിടെ ഇങ്ങനെ മൊത്തം ക്യാമോഫ്ലാജ് ചെയ്ത് കുറേ അധികം കാലം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം CBO എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറത്തുനിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരുപാട് ക്യാമോഫ്ലാജ് ഒന്നും ചെയ്ത് ആരും ടെസ്റ്റ് ചെയ്യാറില്ല. മിക്ക കമ്പനികളും ക്യാമോഫ്ലാജ് ചെയ്യാതെ തന്നെ കുറച്ച് കാലം, ഒരു 1-2 മാസം വല്ലതും ഡയറക്റ്റായിട്ട് വണ്ടി അങ്ങ് ടെസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുത്തി എല്ലാം കൂടെ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പുതിയ ജനറേഷൻ സെൽറ്റോസ് തന്നെയാണ്. മാത്രമല്ല കിയയുടെ പ്ലാന്റിൻ്റെ അടുത്തൂടെയാണ് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് കണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് മുന്നേ നമ്മുടെ പുതിയ ജനറേഷൻ വെന്യൂം അതുപോലെ സെൽറ്റോസിൻ്റെ അങ്ങനെ ടെസ്റ്റിംഗ് ഒരുമിച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ റിയർ ഇമേജസ് നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ പുറത്ത് കിട്ടിയതിലും ക്ലിയർ ആയിട്ട് അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിയതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്താകെ നമുക്ക് ടെയിൽ ലാംപ്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബേസിക്കലി ടെയിൽ ലാംപ്സ് അതുപോലെ റിയർ ഡിസൈൻ എല്ലാത്തിലും വണ്ടിക്ക് നല്ല വീതി വന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും ഓൾ LED ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് നേരെ ടോപ്പ് പോർഷനിലായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു ഇത്തിരി വെർട്ടിക്കലായിട്ട് താഴത്തേക്കും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവരുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഒരു ഡിസൈൻ ഫിലോസഫി പോലൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഈ വണ്ടിയിലും പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കുറേ റെൻഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് റെൻഡേഴ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ അതിൽ നിന്ന് കിട്ടുമല്ലോ. അലോയ്സിൻ്റെ സൈസും നോക്കണ്ട, അതൊക്കെ അതിനകത്ത് കുറച്ച് കൂടുതലാണ്. നമുക്ക് ഇന്ത്യയിൽ 18 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 19 ഇഞ്ചസൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരാൻ സാധ്യത തന്നെ കുറവാണ്. ഈ സെഗ്മെൻറ്റിൽ പൊതുവേ 18 ആണ് മാക്സിമം എല്ലാവരും കൊടുക്കാറുള്ളത്. ഇനി ബാക്കി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലും വ്യത്യാസം ഉണ്ടാവും. നമുക്കിപ്പോൾ ഉള്ള 3 എഞ്ചിൻ ഓപ്ഷൻസും ഉറപ്പായിട്ടും അവൈലബിൾ ആയിരിക്കും. അതായത് 1.5 ലിറ്റർ NA പെട്രോൾ എഞ്ചിനിൽ സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക്
വേരിയൻറ്റിലേക്ക് പോവാം. പിന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. പവർ ഫിഗേഴ്സ് നോക്കാനാണെങ്കിൽ 1.5 എൻ എന്ന് പറയുമ്പോൾ 115 PS ആണ്. 1.5 ഡീസൽ എന്ന് പറയുമ്പോൾ 116 ഡീസലാണ്, 116 PS ആണ്. അതുപോലെ 1.5 ടർബോ എന്ന് പറയുമ്പോൾ 160 PS 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ്. ഡീസൽ ആണെങ്കിൽ 250 Nm ടോർക്കാണ്. എണ്ണ പെട്രോൾ ആണെങ്കിൽ 143 Nm ടോർക്കാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എഞ്ചിൻ ഓപ്ഷൻസ് ഇനിയും വീണ്ടും വരാൻ പോകുന്നത്. പക്ഷേ ഇതിന് പുറമെ സെൽറ്റോസിൽ ഒരു ഹൈബ്രിഡിൽ കൂടി ഇപ്പോൾ കിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ടൊയോട്ടയും അതുപോലെ സുസുക്കി, അതായത് ബേസിക്കലി ടൊയോട്ടയുടെ 1.5 ലിറ്റർ TNGA സീരീസിന് അണ്ടറിൽ വരുന്ന ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ് ഗ്രാൻഡ് വിറ്റാറിലും അതുപോലെ ഹൈറൈഡറിലും നമുക്ക് കിട്ടുന്നത്. അതുമാത്രമാണ് മെയിനായിട്ടൊരു വോളിയം സെല്ലർ എന്ന രീതിയിൽ ഹൈബ്രിഡ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് സിറ്റിയിലാണ്. പക്ഷേ സിറ്റി HEV അങ്ങനെ പൊതുവെ ആൾക്കാരൊന്നും വാങ്ങാറില്ല. കാരണം ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ അതിനേക്കാൾ കുറച്ചുകൊണ്ട് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നില്ല. പിന്നെ സെഡാനാണ് അത്രയും എക്സ്പെൻസീവായിട്ട് ആൾക്കാർക്ക് ഹൈബ്രിഡ് വാങ്ങാൻ താല്പര്യമില്ല. SUV എല്ലാം അങ്ങനെ കുറേ റീസൺസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അവർക്ക് പറയാൻ. പക്ഷേ എന്തൊക്കെയായാലും നമുക്ക് ഈ സെൽറ്റോസിലും കൂടെ ഹൈബ്രിഡ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും എന്ന് തന്നെ പറയാം. കാരണം മിക്ക ബ്രാൻഡ്സും ഇപ്പോൾ കൂടുതലും ടർബോ പെട്രോളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം ഫോക്സ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ടാറ്റ പിന്നെ ഹൈബ്രിഡിലേക്ക് പോകുന്നേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആകെപ്പാടെ പോസിബിലിറ്റി ഉള്ളത് മഹീന്ദ്രയാണ്. മഹീന്ദ്ര ഇപ്പം അവരുടെ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓഗസ്റ്റ് 15 അൺവെയിൽ ചെയ്യും. ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ്, ഇലക്ട്രിക്, പെട്രോൾ, ഡീസൽ എല്ലാം സപ്പോർട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി മഹീന്ദ്ര ഇപ്പോൾ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിനിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മഹീന്ദ്രയും കൂടെ ഹൈബ്രിഡ് ഇറക്കുകയാണെങ്കിൽ പിന്നൊന്നും പറയണ്ട, ആൾക്കാർ ഇലക്ട്രിക്കലും കൂടുതൽ ഹൈബ്രിഡ് ആയിരിക്കും പ്രിഫർ ചെയ്യാൻ പോകുന്നത്. അതിനിപ്പോൾ മഹീന്ദ്ര തന്നെ വേണമെന്നില്ല, കിയ ഇറക്കിയാലും അതുപോലെ കിയ ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹ്യുണ്ടായി ഇറക്കും. അതുകൊണ്ട് ഇവരും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരെ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ടൊയോട്ടയും സുസുക്കിയും അതുപോലെ ഹ്യുണ്ടായും കിയയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം ഇപ്പോൾ ഇവരുടെ ഈ അടുത്ത് വന്നിരിക്കുന്ന കാരൻസ്, അതുപോലെ തന്നെ നമ്മുടെ സെറോസ് തുടങ്ങിയ വാഹനങ്ങളിലൊക്കെ വരുന്ന 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ, അതൊക്കെ തന്നെ ക്യാരി ഫോർവേഡായിട്ട് വരും. പിന്നെ ഡുവൽ സോൺ ഓട്ടോ AC ആയിക്കോട്ടെ, പാനോറമിക് സൺറൂഫ് ആയിക്കോട്ടെ, ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ്സ് എന്ന് പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കേസിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുറ്റം പറയാനില്ല. ഡാഷ്ബോർഡ് ലേഔട്ട് ആണെങ്കിലും ഈ രണ്ട് വണ്ടികളിലും കണ്ടതുപോലെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പുതിയ ജനറേഷൻ മോഡൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലേഔട്ട് തന്നെയായിരിക്കും പുതിയ വണ്ടിയിലും വരാൻ പോകുന്നത്. പിന്നെ ഇത് കിയ ആയതുകൊണ്ട് നമുക്കറിയാം എത്രത്തോളം ഫീച്ചേഴ്സ് ആ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുക്കാൻ പറ്റുമോ അത്രയും തന്നെ അവർ മാക്സിമം കൊടുക്കാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ എടുത്ത് കളയാനൊന്നും എന്തായാലും നോക്കാൻ പോകുന്നില്ല. ഇനി പുതിയ വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ സെൽറ്റോസ് ഇറങ്ങിയിട്ട് 2026 എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 7 വർഷം കംപ്ലീറ്റ് ആവും. ഇതിന് ലാസ്റ്റ് 2023 ഒരു ഫേസ് ലിഫ്റ്റ് വന്നത്. സോ അതിനുശേഷം 3 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് അവരിനിപ്പോൾ ജനറേഷൻ അപ്ഡേറ്റ് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങളിപ്പോൾ സെൽറ്റോസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടെ, ഏകദേശം ഒരു 6 മാസത്തിനടുത്ത് വരെയും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ വണ്ടി നമുക്ക് അറ്റ്ലീസ്റ്റ് റിവ്യൂലെങ്കിലും കാണാനൊക്കെ പറ്റും. ഒരു 2 മാസം കൂടെ എക്സ്ട്രാ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ വണ്ടി എടുക്കാനും പറ്റും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നമ്മളിനി വണ്ടി എടുത്ത് കുറച്ച് കാലം കൊണ്ട് തന്നെ പുതിയ വണ്ടി വന്നു, അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, ലുക്ക് മൊത്തം മാറി, ഭയങ്കര ബൾക്കി ലുക്കായി എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ റിഗ്രറ്റ് അടിക്കുന്ന ഒരു പ്രശ്നം വേണ്ടല്ലോ. അതത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള വണ്ടിയിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നുണ്ട്. ആവശ്യത്തിനുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഹൈബ്രിഡ് ഇല്ലാന്നേ ഉള്ളൂ. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.